ഹലോ നമസ്കാരം, ഞാൻ രാകേഷ് ബാബുവാണ്. ഇന്ന് നമ്മുടെ പുതിയൊരു വണ്ടിയുടെ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. അതായത് ഒരു ഇലക്ട്രിക്കിന്റെ വിജയ് സൂപ്പർ ചെയ്യാൻ പോണത്. ഫുള്ള് ഹാൻഡ് മെയ്ഡ് ബോഡി, അതുപോലെ തന്നെ ഇലക്ട്രിക് ബൈക്കിന്റെ കിറ്റ് നമ്മൾ അതിൽ ചെയ്തെടുക്കാൻ പോവാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോവാം. വീട്ടിലേക്ക് രാവിലെ തന്നെ തുടങ്ങാനുള്ള പരിപാടിയാണ്. നമ്മുടെ ക്യാമറമാൻ ഷക്ലു വന്നിട്ടുണ്ട്. ഇന്ന് കുളിച്ച് റെഡിയായി നേരെ വണ്ടിയുടെ പരിപാടി തുടങ്ങാൻ പോവാം. അപ്പൊ ഇത്രയൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അപ്പൊ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇതിന്റെ ഇത്രയുള്ള വീഡിയോ അല്ല, ഫസ്റ്റ് പാർട്ടിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ ഇതിൽ ഉൾപ്പെടുത്താൻ പോണം. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ ഓക്കെ. പിന്നൊരു സാധനം നമ്മളൊരു ലോഗോ ചെയ്തായിരുന്നു കേട്ടാ. ഇത് നമ്മുടെ ബോഡി സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് ഞാൻ തടിയേൽ MC ഒട്ടിച്ച് വെച്ചേക്കുവാണ് ഈ ലെറ്ററിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ഇനി ഇത് കുറച്ച് ഫിനിഷിങ് വർക്കൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ ഈ ലെറ്ററൊക്കെ നല്ല രീതിയിലാക്കിയിട്ട് ഈ നമ്മൾ മണ്ണിൽ ഇത് വെച്ച് ഇങ്ങനെ മോൾഡ് അടിച്ചെടുക്കും. മണ്ണിൽ മോൾഡ് അടിച്ച് ചെയ്യാൻ നേരത്ത് നമ്മളിങ്ങനെ മണ്ണിൽ വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവ് ഭാഗം നമുക്ക് മണ്ണിൽ കിട്ടും. എന്നിട്ട് അതിലേക്ക് നമ്മൾ അലുമിനിയം ഉരുക്കിയിട്ട് ഒഴിച്ച് ഫില്ല് ചെയ്തെടുക്കും. എന്നിട്ട് ആ സാധനത്തിനെ ബഫ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കിയിട്ട് സ്റ്റീൽ പ്ലേറ്റ് ചെയ്യും. എന്നിട്ട് ആ സാധനം നമ്മൾ അവിടെ ഇവിടെ ഇങ്ങനെ വയ്ക്കും. സുഡൂസ് കസ്റ്റം. അങ്ങനെ സുഡൂസ് കസ്റ്റമിൻ്റെ ഫുള്ളി ഹാൻഡ് മെയ്ഡ് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ലോഗോ നമ്മൾ റെഡിയാക്കാൻ പോകും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് പുറകെ ഇടാം. ഇപ്പം ഞാൻ ഇത്ര ആക്കി വെച്ചിട്ടുള്ളൂ. അത് നമുക്ക് രാത്രിയൊക്കെ സമയം കിട്ടുമ്പോഴേക്ക് ഇരുന്ന് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇരുമ്പ് ഉരുക്കി ഒഴിച്ച് അലുമിനിയം ഉരുക്കി ഒഴിക്കുമ്പോഴുള്ള വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ബോഡി ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ബോഡിയിലേക്ക് വരാം. ഇതിൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് വന്നിട്ട് ഷക്കടു ഉടക്കി ചാകാതിരിക്കാൻ വേണ്ടി മാറ്റിയതാണ്. ഓക്കെ, ഫ്രണ്ട് മഡ് ഗാർഡ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ, അതായത് നമ്മളെ കൈനറ്റിക് ഹോണ്ടയുടെ മഡ് ഗാർഡാണ്. ഈ ഒരു പീസ് എങ്ങനെ ഇരിക്കുമ്പോഴാണ് കൈനറ്റിക് ഹോണ്ടയുടെ പീസ്. അതിന് നമ്മൾ വട്ടം മുറിച്ചിട്ട് തിരിച്ച് വെച്ച് സ്പോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് പോരാത്തൊരു പീസ് നമ്മളിങ്ങനെ ഷീറ്റിൽ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഏകദേശം വിജയ് സൂപ്പറിൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡിൻ്റെ ഷേപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഈ 3 ഹോള് ഈ ബോഡിയിൽ തുളച്ചിട്ട് നട്ടും ബോൾട്ടിട്ടാണ് ഫ്രണ്ടിൽ മഡ് ഗാർഡ് പിടിപ്പിക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതിന് ഫുള്ള് വെൽഡ് ചെയ്യണം. ഇവിടെയൊക്കെ വെൽഡ് ചെയ്യാനുണ്ട്. ഇത് തീരെ കട്ടി കുറഞ്ഞ ഷീറ്റാണ് കൈൻറ്റിങ്ങിൻ്റെ. അപ്പോൾ അത് നമുക്കിത് ഗ്യാസ് വെൽഡ് ചെയ്യാനായിട്ട് പുറത്ത് നമ്മുടെ സ്പാർക്ക് കസ്റ്റം ഗാരേജിലെ ഗിരീഷ് ചേട്ടൻ്റെ അടുത്ത് പോകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ ലെവൽ ചെയ്ത് നിർത്തിക്കൊണ്ട് ഈ ബോഡിയിൽ തുളച്ച് ഇതിനെ നട്ടും ബോൾട്ടിട്ട് പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിലോട്ട് ഇവിടെ ഒരു യൂണിറ്റ് വരും. അത് നമ്മൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 പീസായിട്ട് നടത്തിട്ടുണ്ടെന്നേ ഒരു 3 പീസായിട്ട് നമ്മളിങ്ങനെ വെച്ചേക്കുക. അപ്പോൾ ഇതിനെ ഇവിടെ നമ്മുടെ ഒരു സുഡൂസിൻ്റെ ഒരു ചെറിയ ലോഗോ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പ്രൊജക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഹോണിൻ്റെ ഒരു ഗ്രില്ല് വരുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് നമ്മൾ ഇവിടെ ചെയ്യും. ഞാൻ ആദ്യം മഡ് ഗാർഡ് ചെയ്തപ്പോൾ ഇത് ഇത്തിരി ഇവിടെ പൊങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് ഗ്യാപ്പ് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് താത്തിയതാണ്. അപ്പോൾ നേരത്തെ ചെയ്ത ഹൈറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം ചെയ്തത്. അപ്പോൾ ഇത്രയും ഹൈറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു പീസും കൂടെ ഇട്ടിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മഡ് ഗാർഡ് പിടിപ്പിക്കണം. പിന്നെ ഈ ഒരു യൂണിറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഈ ഫുഡ് റെസ്റ്റ് വരുന്ന ഈ ഭാഗം ഇവിടെ നമ്മൾ ഷീറ്റ് ബെൻഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിന് വേണ്ടി ബെൻഡ് ചെയ്ത പീസാണ്. അപ്പോൾ ഇത് 2 പീസായിട്ട് ഒരെണ്ണം ഇവിടെയും വരും, ഒരെണ്ണം ഇവിടെയും വരും. അപ്പോൾ ഇത്രയും യൂണിറ്റ് ഉണ്ട്. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യാം. ഓക്കെ, കമോൺ കട്ട് ചെയ്ത്. അപ്പോൾ ഷക്കടു നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്കിവിടെ 3 ഹോൾ അങ്ങോട്ട് അടിച്ച് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഡ്രസ് വർക്കിനൊക്കെ എടുക്കുന്ന ഷീറ്റ് തുളക്കണം. സ്ക്രൂ ഇട്ടിട്ടാണ് നമ്മൾ തുളക്കാൻ പോകണം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മുടെ മഡ് ഗാർഡിൽ ഈ കൈൻറ്റിങ്ങിൻ്റെ മഡ് ഗാർഡാണ് നമ്മൾ എടുത്തതെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ നേരത്തെ കാണിച്ച പീസ് വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പിടിപ്പിക്കാനായിട്ട് ബോഡിയിലോട്ട് പിടിപ്പിക്കണതിന് നമ്മൾ ഈ ഷേപ്പിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഒരെണ്ണം അതിൻ്റെ മറ്റേ സൈഡിലായിട്ട് 2 എണ്ണം കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ ബോഡിയിലോട്ട് നട്ടും ബോൾട്ടിട്ട് മുറുക്കുന്നു. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആയാൽ മതിയായിരുന്നു.
ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ വെൽഡ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ ഷക്കടു, ഇതിനിപ്പോൾ 18 ഇഞ്ചിൻ്റെ ഷീറ്റാണ്. കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിൽ ചോദിച്ചായിരുന്നു, ചേട്ടാ ഇതിനൊക്കെ എടുക്കുന്ന ഷീറ്റിൻ്റെ തിക്നെസ്സൊക്കെ എത്രയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു. ഈ ഷക്കോട് ഇതൊക്കെ കമൻറ്റ് ചെയ്യണതാണ്, പക്ഷേ അതിന് റിപ്ലൈ കൊടുക്കാനൊന്നും പുള്ളിക്ക് സമയമില്ല. പുള്ളിക്കിപ്പം കുറേ ചിക്സൊക്കെ വന്നതുകൊണ്ട് പുള്ളിക്കാരനിപ്പോൾ അതിൻ്റെ പുറകെയാണ്. നമ്മളെയൊന്നും ഗവനിക്കാനായിട്ട് ആൾക്ക് സമയമില്ല. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ വരെയും പുള്ളിക്ക് ഭയങ്കര ജാടയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ആ സാധനം നമ്മളിപ്പം ചേർത്ത് വെച്ചു. ഇനിയിപ്പം 2-3 സ്പോട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് മഡ് ഗാർഡിൻ്റെ കർവ് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ് കേട്ടോ. ഓക്കെ, ഒന്ന് സ്പോട്ട് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ഈ 18 ഗേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നേരം വെൽഡ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഷീറ്റല്ലേ, അപ്പം പെട്ടെന്ന് കത്തിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളിപ്പോൾ ചെയ്യണത് വർക്ക്ഷോപ്പിലെ വലിയ വെൽഡിങ് സെറ്റാണ്. അപ്പോൾ അതിന് പവർ കൂടുതലായിരിക്കും. സാധാരണ ഇലക്ട്രോണിക്കിൻ്റെ സെറ്റൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറായിട്ട്, അതുപോലെ തന്നെ 12 ഗേജിൻ്റെ റോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ടൊക്കെ വെൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ അകത്തിട്ടാണ് ചെയ്യണം. ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അടച്ചുപൂട്ടി പുറകെ കൂടെയൊക്കെ ഇരുന്നൊക്കെയാണ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ മഡ് ഗാർഡിൻ്റെ ഒരു സൈഡ് വിജയകരമായി സ്പോട്ട് ചെയ്ത്, പിന്നെ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്യാനുണ്ട്. ഒരു തക്കടും നിനക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ വെൽഡ് ചെയ്ത് പഠിച്ചു വിടാ. എന്നെ കൊണ്ട് ഇത്രയും കഷ്ടപ്പെടുത്തണ കാര്യമുണ്ടോ നിനക്ക്? നീ ഒന്നുമില്ലെങ്കിലും ഒരു ശിഷ്യനല്ലേടേ. അല്ലെങ്കിൽ വേണ്ട, നീ പഠിച്ചു വരുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു പണിയായാലോ. അവസാനം തക്കുടൂസ് കസ്റ്റം എന്നും പറഞ്ഞ് അപ്പുറത്ത് മാറി വേറെ വർക്ക്ഷോപ്പ് ഇടും. നീ എങ്ങനെയൊക്കെ ഇടോടാ, എനിക്കറിയാം. വിഷയമാണ് തക്കുടു. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പുറത്തും കൂടെ പിടിപ്പിക്കാം. ഓക്കെ, 2 സൈഡും നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ഇട്ട 3 ഹോളുണ്ട്. ആ ഹോള് നമ്മുടെ ബോഡിയിൽ തുളക്കണം. ഓക്കെ, ഇങ്ങനെ ഇരിക്കും വെച്ച് നോക്കിയാൽ. ഇതൊക്കെ കണ്ടിട്ട് നാളെ നിൻ്റെ സൈക്കിളെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ എന്നെ കേട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പുറം ഇപ്പുറമായിട്ട് 6 ബോൾട്ട് അടിക്കാനുണ്ട്. സക്സസ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 വേണേൽ തുളച്ച് പിടിപ്പിക്കാം. ഇതാണ് നേരത്തെ പറഞ്ഞ നമ്മൾ ഡ്രസ് വർക്കിനൊക്കെ എടുക്കുന്ന എന്താ പറയുക, ആ സ്ക്രൂ. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ഡ്രിൽ ബിറ്റിട്ട് തുളച്ച് കഴിഞ്ഞാൽ ഷീറ്റ് തുളഞ്ഞു പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ബോൾട്ട് ഇട്ടാണ് തുളക്കാറ്. ബോൾട്ടല്ല, സ്ക്രൂ ഇട്ടാണ് തുളക്കാറ്. അതിട്ട് തുളച്ച് കഴിയുമ്പോൾ വെച്ചാൽ പെട്ടെന്ന് തുളഞ്ഞങ്ങ് പോകും. പിന്നെ നമുക്ക് എത്ര ബിറ്റിൻ്റെ ഇതാണ് വലുതാക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എല്ലാം കേട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതിന് 6 mm ബോൾട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഹോൾ നേരത്തെ പറഞ്ഞ 6 mm പറഞ്ഞു അതിട്ട് വലുതാക്കുകയാണ്. ചുറ്റ് നന്നായിട്ട് മുറുകിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ലൂസായി പോകുന്നുണ്ട്. ഈ ചക്കിന് കീയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അടിച്ച് ടൈറ്റ് ചെയ്യാറാണ് പതിവ്. കസ്റ്റം ഓക്കെ, തുളച്ച് വെച്ചിട്ട് പിന്നെ നമുക്കൊരു ബോൾട്ട് ഇട്ട് നോക്കിയിട്ട് അപ്പുറത്തെ സൈഡിലേയും കൂടെ ഹോൾ അടിക്കാം. അല്ലാതെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാത്രം മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അളവ് വ്യത്യാസം കാണിക്കും. അപ്പോൾ ഇതിനെ ബോൾട്ട് ചെയ്ത് നിർത്താം. ഓക്കെ, ബോൾട്ട് ചിലപ്പോൾ ഇതിനകത്തുണ്ടാവും. നമുക്ക് ആദ്യം 2 ബോൾട്ട് ഇട്ട് നിർത്താം. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് ചെയ്യാം. ഒരു കോടി സൂര്യമണി തേടി. ഓക്കെ, ഒരു ബോൾട്ട് കയറി. 2ാമത്തെ ബോൾട്ടും കൂടെ കയറിയ നമ്മുടെ പണിയായത് കുഴപ്പമില്ലെന്നാണ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് നമ്മൾ വിജയകരമായി പിടിപ്പിച്ചു. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ മാർക്ക് ചെയ്തിട്ട് തുളയ്ക്കാം.
ഓക്കെ, അതിന് നമുക്ക് ഈ സൈഡും കൂടെ മാർക്ക് ചെയ്തിട്ട് ഹോൾ ചെയ്യണം. ഓക്കെ, ഇത് പേനുണ്ടായിരുന്നു തെളിയണില്ലല്ലോ. ഇതിലൊക്കെ എടാ ഇവിടെ മഷിയുണ്ടോ? അവസ്ഥല്ലേ നമുക്ക് ടെസ്റ്റല്ല. ഇനി അടുത്ത് നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പിടിക്കാം. പ്ലാറ്റ്ഫോം നമ്മൾ ഇപ്പോൾ ഈ ചെയ്സയിലോട്ട് ഈ വീതിയിൽ, അതായത് ഒരു 40 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മൾ ഷീറ്റ് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3/4 ഇഞ്ചിൻ്റെ ഒരു നൂല് തിക്നെസ്, അതായത് 3 mm തിക്നെസ് വരുന്ന ഒരു ആംഗ്ലയർ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനത്തെ 2 പീസ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പീസിനെ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ 2 പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ചെയ്സയിലോട്ട് ഈ ആംഗ്ലയറിനെയാണ് നമ്മൾ വെച്ച് വെൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി 2 എണ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ നേരത്തെ വെക്കാൻ കാണിച്ച് വെച്ചാൽ ഷീറ്റ് നമ്മൾ മേളിൽ നിന്ന് നട്ടും ബോൾട്ടിട്ടാണ് പിടിപ്പിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആംഗ്ലയറിൻ്റെ 2 അറ്റത്തായിട്ട് ഓരോ ഹോൾ വീതം തുളക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഓരോ പഞ്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രില്ല് ചെയ്യുമ്പം ബിറ്റ് 2 സൈഡുകളിലോട്ടൊന്നും മാറിപ്പോവാതെ കറക്റ്റ് സ്ഥലത്ത് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് പഞ്ച് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഞ്ച് ചെയ്തു. ഇനിയിപ്പം നമുക്കതിൽ 6 mm ബോൾട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ക്ലിയറൻസ് വേണം. അപ്പോൾ നമ്മൾ 6.5 ബിറ്റിട്ടിട്ട് നമ്മൾ ഈ ആംഗ്ലയറിനെ തുളയ്ക്കണം. 4 ഹോളുണ്ട്. അതിന് നമ്മൾ 4 എണ്ണത്തിനെ ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ തുളച്ചെടുക്കുന്നു. ഈ ക്ലിയറൻസ് ഇടണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിടിപ്പിച്ച് കഴിയുമ്പം ബോൾട്ട് ഭയങ്കര ടൈറ്റിൽ കയറാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒരു അര mm ക്ലിയറൻസ് ഇട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ തുളച്ച പീസിനെ അതിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ ആ ചെയ്സിലോട്ട് വെച്ച് വെൽഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം നമ്മളൊന്ന് ലെവൽ ചെയ്തൊക്കെ നിർത്തിക്കൊണ്ട് ഒന്ന് സ്പോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ആയിരിക്കണമല്ലോ നമ്മൾ ചെയ്സുമായിട്ട് പിടിപ്പിക്കുമ്പോൾ. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് നിർത്തിക്കൊണ്ട് 2 സൈഡിലേക്കുള്ള അകലങ്ങളും സ്പേസൊക്കെ ഈക്വൽ ആണെന്നൊക്കെ നോക്കിയിട്ട് നമ്മളതിനെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഒരു പീസ് പിടിപ്പിച്ചു. ഇനി രണ്ടാമത്തത് ഈ തമ്മിലുള്ള വീതിയും വ്യത്യാസം വരാതെ നോക്കണം. ഓക്കെ, അപ്പോൾ ഏകദേശം സെയിം ആക്കി നിർത്തിക്കൊണ്ട് അതിനെ നമ്മൾ വെൽഡ് ചെയ്യണം. ശരിക്കും വെൽഡ് ചെയ്യാൻ നേരത്തെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നു. അത് തട്ടിമുട്ടിയൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഷീറ്റ് പിടിപ്പിക്കണം. അതിന് ഷീറ്റ് നമ്മൾ നേരത്തെ മേളിൽ നിന്ന് വന്നേക്കണ ആ ഭാഗത്തോട്ട് ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം ഷീറ്റ് വെക്കാനായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് ഭാഗത്ത് നമ്മൾ കട്ടിങ് കൊടുക്കാനായിട്ടൊക്കെ ഉണ്ട്, ഇത് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കട്ടിങ്ങൊക്കെ കൊടുത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ചേർന്നിരുന്നു. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നേരത്തെ പിടിപ്പിച്ച ആംഗ്ലയർ ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഷീറ്റിനെ പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റിൻ്റെ അടിയിൽ ആ ഹോൾ വഴി നമ്മൾ ആ പീസിനെ മാർക്ക് ചെയ്തെടുക്കുന്നു, എവിടെയൊക്കെയാണ് ഹോൾ ചെയ്യേണ്ടതെന്നുള്ളത്. എന്നിട്ട് നേരത്തെ കാണിച്ച പോലെ നമ്മളവിടെ പഞ്ച് ചെയ്തു. എന്നിട്ടിപ്പോൾ ഒന്നവിടെ ഡ്രിൽ ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ നമ്മൾ നേരത്തെ ആംഗ്ലയറിന് ഇട്ട പോലെ തന്നെ ഈ ഷീറ്റിലും ഓരോ ഷീറ്റിൽ 2 എണ്ണം വീതം അങ്ങനെ 4 ഹോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ഈ 6.5 ബിറ്റിട്ടാണ് തുളക്കുന്നത് ക്ലിയറൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതെല്ലാം കേട്ടിട്ടുണ്ട്. ഷക്ലു ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടായിരിക്കും. ഇതിപ്പോൾ ഷക്ലു ഇല്ല, ഞാൻ ഒറ്റയ്ക്കെടുത്ത വീഡിയോ ആണ്. ഇതൊക്കെ കണ്ടിട്ടുന്ന് വൈകിട്ട് ഒരു കരച്ചിൽ ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ല. 2 പീസും വെച്ച് ഇനി നമ്മളൊരു ബോൾട്ടിട്ട് അതിനെ മുറുക്കാൻ വേണ്ടി പോവാം. ഓക്കെ, 4 ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ 4 ബോൾട്ടൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് നിർത്തി. ഓക്കെ, അപ്പോൾ ആ ചേർപ്പിക്കാനായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ 2 തട്ടൊക്കെ കൊടുത്ത് ചേർപ്പിച്ച് വെച്ചേക്കണം. ആ ജോയിൻ്റൊക്കെ ഇനി നമുക്ക് വെൽഡ് ചെയ്തൊക്കെ എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ നല്ല രീതിയിലൊക്കെ ബോൾട്ട് ചെയ്ത് ഫൗണ്ടേഷൻ കറക്റ്റാക്കി നിർത്തിക്കൊണ്ട് ചേരാനായിട്ടുള്ള വെള്ളിയാണല്ലോ, ചേരാനായിട്ടുള്ള ഭാഗമൊക്കെ നന്നായിട്ട് അടിച്ചേൽപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം താഴത്ത് കുറച്ച് ഭാഗത്ത് വെൽഡ് ചെയ്യാനുണ്ടായിരുന്നു, അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്ത് നിർത്താൻ പോവാം. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ചെയ്സ് വരുന്നത് ലാംബട്രയ്ക്കും ലാംബിക്കും അതുപോലെ വിജയ് സൂപ്പറിനൊക്കെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ചെയ്സ് പോകുന്നത്. അപ്പോൾ ആ ചെയ്സിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം തന്നെ ഇങ്ങനെ ഒരു വളച്ചടിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എടുത്തേക്കണ ചെയ്സ് പ്ലഷറിൻ്റെ ആയതുകൊണ്ട് നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പ്ലഷറിൻ്റെ ചെയ്സ് ഇച്ചിരി ഹൈറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്സ് അടിയിലും എന്നാൽ ചെയ്സായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഒരു പീസിനെ നമുക്കവിടെ കൊടുക്കുകയും വേണം ലാംബട്രയ്ക്ക് വരുന്ന വേണ്ടി.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷീറ്റിനെ കട്ട് ചെയ്തെടുത്ത് അതിൽ 2 സൈഡിലായിട്ടൊരു 1 സെൻറ്റിമീറ്റർ വീതം നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്ത് അതിനെ ജസ്റ്റ് ഒന്ന് 2 സൈഡിലും വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ മടക്കി വെക്കാൻ പോകാം. എന്നിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ യൂണിറ്റാണ് നമ്മുടെ ആ പ്ലാറ്റ്ഫോമിൻ്റെ സെൻട്രലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ടഡ് ടൂളാണ്. ഇപ്പോൾ ഇമ്പോർട്ടഡ് ടൂൾസിനൊക്കെ കുറച്ചൊക്കെ ആരാധകരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ, നമുക്കുള്ളത് വെച്ച് ഓണം പോലെ ഇതൊക്കെ തന്നെയല്ലേ. എല്ലാവരും അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ, പോണത്ര അങ്ങോട്ട് പോട്ടേന്നേ. പിന്നെ കാശുണ്ടാകുമ്പോഴല്ലേ നമുക്ക് എടുക്കാൻ കുറച്ച് ടൂൾസൊക്കെ. ഇത് അടുത്ത ഇമ്പോർട്ടഡ് ടൂളാണ്. ഇതൊന്നും ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്. ഇതൊക്കെ വെറൈറ്റിയാണ്. തക്കുട് വേണം മിക്കവാറും ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇടും. എന്താടാ വീഡിയോ കാണുമ്പം വരും, ചുടുവണ്ണ എന്നെ അവിടെ ഇവിടെ 2 രൂപ ഇത് മെൻഷൻ ചെയ്തല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. തക്കുടിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ കൊണ്ടുവരുന്നതാ. ഈ ബൈക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു വീഡിയോയിൽ തക്കുടിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. അതുവരെയും തക്കുടു സസ്പെൻസ് ആയിട്ട് തന്നെ അങ്ങോട്ട് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നടുക്കായിട്ട് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നുവെച്ചാൽ മേളിൽ നിന്ന് തന്നെ ആ പൈപ്പിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് തോന്നുന്ന രീതിയിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിലോട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും പീസിനെ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗത്ത് തീരെ ഷാർപ്പായിട്ടിരിക്കും. അത് കൊണ്ടുവച്ച് വെൽഡ് ചെയ്യുമ്പോഴത്തേക്കും ചേർപ്പൊന്നും കറക്റ്റ് ആകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വളയുന്ന പീസിനെ ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കും. എന്നുവെച്ചാൽ മേളിൽ നിന്ന് തന്നെ ആ പീസിലോട്ട് ഇങ്ങനെ ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വളച്ച് കൊടുക്കും. എന്നിട്ട് ഇതാണ് നമ്മൾ ആ പീസിലോട്ട് കൊണ്ടുവച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ ഇത് ചെന്ന് കറക്റ്റായിട്ട് ചേർന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് പ്രൊജക്ഷൻ ഉള്ളതായിട്ട് തോന്നത്തുമില്ല. കണ്ട? ഓക്കെ, അപ്പോൾ ഇനി ഇതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പോട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ തന്നെ കുറച്ച് പണി ബാക്കിയുണ്ട്. ഇതിൻ്റെ ബാക്കിലോട്ടുള്ള ഭാഗത്ത് ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് കുറേ ഇടാനുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വീഡിയോയിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാനും പിന്നെ ലെങ്ത് ഒരുപാട്, അങ്ങനെ അതുകൊണ്ടാണ് പിന്നെ ഈ പാർട്ടായിട്ട് ഇടുന്നത്. ഇപ്പം ഞാൻ ഏകദേശം ഈ ഒരു ലെവൽ വരെയൊക്കെ ഇപ്പോൾ പണിത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടനെയുള്ളൊരു വീഡിയോ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഇടാം. ഒരുപാട് ഗ്യാപ്പില്ലാണ്ട് ഇപ്പോൾ ഇട്ട് പോകുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോ തന്നെ ഇടാം. എഡിറ്റ് ചെയ്യാനായിട്ടൊരു താമസമുണ്ട്, അതുകൊണ്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഉടനെ അടുത്തൊരു പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.